ആകെ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ മദ്രസ കിട്ടുള്ളൂ. ആ സമയം തീ മുഴുവൻ ഓൻ ഉപയോഗിക്കട്ടെ, അവൻ്റെ ചിന്ത, അവന് വേറൊന്നും അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പം ഈ നിലയ്ക്ക് കുട്ടിക്ക് ആവശ്യമാവുന്നതായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുഅല്ലിമീങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ പഴയ മനുഷ്യരുള്ള മുഅല്ലിമീങ്ങളല്ലോ, പുതിയ ട്രെയിനിങ്ങൊക്കെ ഉള്ള മുഅല്ലിമീങ്ങളാണ്. പഴയ മുഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഔലിയാക്കന്മാർ, നമുക്ക് ട്രെയിനിങ് ഒന്നും വേണ്ട. പഴയ മല്ലാക്കന്മാരൊക്കെ നല്ല നല്ല മനുഷ്യന്മാർ, അവരെങ്ങനെ പഠിപ്പിച്ചാലും അത് പഠിക്കും എന്നുള്ളതല്ല. നമുക്ക് ട്രെയിനിങ് കൊടുത്ത് ഞങ്ങൾ പുറൻ്റെ അടുത്ത് ഒരു പള്ളീൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആചാര്യൻ്റെ അയാൾ അടക്കമൊക്കെ പ്രതി കൊണ്ടുപോകാൻ വന്നതാണ് പള്ളിയിൽ. അപ്പം എന്നോട് വെച്ച് തങ്ങളെ നമ്മൾ മനസ്സ് പഠിപ്പിക്കാനൊരു മൂല്യം കിട്ടുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അവിടെ ഒരു പഴയ മൂല്യരുണ്ട്, അയാൾ പറഞ്ഞിട്ട്. അപ്പം എന്നോട് പറഞ്ഞാൽ അത് പറ്റൂല, ഇപ്പോൾ ബ്ലോക്ക് കൊണ്ടുപോയി കുത്തിച്ചുകൊണ്ടിരുന്ന കാലമാണ്. പിന്നെ പശുവിനൊക്കെ ബ്ലോക്ക് കാലം ഉണ്ടായില്ല. മുമ്പേ അധികം പശുവിന് വല്ല ആവശ്യമില്ല, നമ്മൾ കാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുത്തിക്കൊള്ളു. ആ കാലമല്ല ഇപ്പോൾ. അപ്പോൾ പഴയ ചവിട്ടൊന്നും പറ്റൂല. അപ്പോൾ പുതിയ പഠിപ്പ് പഠിച്ച് മുഅല്ലിമീങ്ങളെ പറ്റുള്ളൂ. നമ്മളും അങ്ങനെ ആകാൻ വേണ്ടി വന്നത്. അവസ്ഥകളെ ജമീയത്തിൽ പല ട്രെയിനിങ് കൊടുത്തിട്ടാണ് പാറ വിടുന്നത്. കാരണം ഈ പഴയ ചവിട്ട് പഠിച്ച ആളുകളെ പറ്റൂല. പഴയ ആളുകൾ നല്ല ആളുകൾ തന്നെയാണ്. അവർ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരായ ആളുകളായിരുന്നു പഴയ മല്ലാമാരൊക്കെ. അവർ പഠിപ്പിച്ചു തന്നാൽ അതിൻ്റെ ബർക്കത്ത് ഗുണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടൊന്നും നമുക്ക് അങ്ങനത്തെ അവരൊന്നും പഠിപ്പിച്ചാൽ കുട്ടികളെ ഹൃദയത്തിലേക്ക് കയറില്ല. കാരണം ഈ പുതിയ യുഗത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് പുതിയ ടെക്നോളജി അനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പഠന പദ്ധതി, പാഠ്യപദ്ധതിയിൽ അന്നിൽക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കൽ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ മദ്രസക്ക് പോകണം. അന്നിൽക്കുള്ള സുന്ദരമായ ഒരു മദ്രസ ഇവിടെ എന്തായി നിർമ്മാണം ചെയ്തു. അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ ചെയ്യപ്പെട്ടു. ഈ ഉദ്ഘാടനത്തിന് അല്ലാഹു കബൂൾ ചെയ്യട്ടെ, നിർമ്മാണത്തിന് അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും എല്ലാ മേഖലയിലും അല്ലാഹു ധാരാളം ഖൈറും ബർക്കത്തും ചെറിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹല്ലത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അംഗീകാരമുള്ള മദ്രസയല്ലേ അല്ലേ? അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഈ 2026 നടത്തപ്പെടുന്ന സ്ഥലം അടുത്ത 6-ാം തീയതി പ്രഖ്യാപിക്കും. അതിൻ്റെ പ്രമേയം എന്താണെന്നുള്ളത് അടുത്ത 6-ാം തീയതി പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുത്ത 6-ാം തീയതി പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാവരും സഹകരിക്കാമെന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഉദ്ഘാടനത്തിലായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.